ഹായ് ഓൾ, വെൽക്കം ടു Eduvalley. നമ്മളുടെ ക്ലാസ്സിൽ എല്ലാവരും റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമായിരുന്നു ടൈപ്പ് റൈറ്ററിൻ്റെ പോർഷൻസും കൂടെ ആഡ് ചെയ്യുമെന്ന്. അപ്പോൾ ഞാൻ 2-3 പേരെടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മെഷീൻ സംഘടിപ്പിക്കാൻ നോക്കുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാർട്സ് കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ചെയ്യാമെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളതിൻ്റെ ഭാഗമായിട്ട് 2-3 പേരെയൊക്കെ കോൺടാക്റ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഡിസ്കഷൻസ് നടന്നു വരുന്നുണ്ട്. അത് ശരിയാവുന്നതിനനുസരിച്ച് നമ്മളുടെ വീഡിയോസിൽ ടൈപ്പ് റൈറ്ററിൻ്റെ പാർട്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടീച്ചേഴ്സിൻ്റെ ക്ലാസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ടൈപ്പ് റൈറ്ററിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാം എന്നുദ്ദേശിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തേക്കണേ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലീനിങ് ആൻഡ് ഓയിലിംഗ് ഓഫ് ടൈപ്പ് റൈറ്റർ. നമ്മൾ ഓർഡറിലൊന്നുമല്ല പഠിക്കുന്നത്, എക്സാം ആകുമ്പോഴത്തേക്കും ഓർഡറായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലീനിങ് ആൻഡ് ഓയിലിംഗ്, ടൈപ്പ് റൈറ്ററിൻ്റെ ക്ലീനിങ് എങ്ങനെയൊക്കെയാണ്, അതുപോലെ ഓയിലിംഗ് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അതുപോലെയുള്ള ബ്രഷസിൻ്റെ പേരും അതിൻ്റെ യൂസേജും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയണത്. ഓക്കെ, അപ്പോൾ ആദ്യം എന്തൊക്കെ ക്ലീനിങ് മെറ്റീരിയൽസ് ആണ് ടൈപ്പ് റൈറ്ററിനകത്ത് ഉപയോഗിക്കുന്നത് എന്നുള്ള പേര് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, എന്നാലും നമുക്ക് എന്ത് ചെയ്യാമോന്ന് പൊടി തട്ടി എടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് ലോങ് ഹാൻഡിൽഡ് ബ്രഷ്, രണ്ടാമത്തേത് ടൈപ്പ് ക്ലീനിങ് ബ്രഷ്, മൂന്നാമത്തേത് വയർ ബ്രഷ്, അടുത്തത് ഓയിൽ ക്യാൻ, ടച്ച് ഓയിലർ, പെട്രോൾ ഓർ സ്പിരിറ്റ്, ഹാറ്റ് പിൻ ഓർ ഷാർപ്പ് പിൻ, ഡസ്റ്റർ ക്ലോത്ത്, ചാമോയ്സ് ലെതർ അല്ലെങ്കിൽ പോളിഷിംഗ് ക്ലോത്ത്. അപ്പൊ ഇതുപോലെ ഒരു 9 ഐറ്റംസ് ഉണ്ട്. ആ പേര് നിങ്ങൾക്ക് എന്തായാലും അറിഞ്ഞിരിക്കും, അല്ലെങ്കിൽ ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇനി ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേത് ലോങ് ഹാൻഡിൽഡ് ബ്രഷ്. ഓക്കെ, ലോങ് ഹാൻഡിൽഡ് ബ്രഷിന്റെ നമ്പർ എത്രയായിരുന്നു? 1 നോക്കിയേ, 1 എവിടെ? ഇതാണ് ലോങ് ഹാൻഡിൽഡ് ബ്രഷ്. ഇനി നോക്കിയേ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്ലീൻ ദ ഔട്ടർ പാർട്ട്, എക്സ്റ്റേണൽ പാർട്സ് ഒക്കെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ലോങ് ഹാൻഡിൽഡ് ബ്രഷ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് കുറച്ച് പേരുകൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എടുത്തു കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കാരേജ്, ടൈപ്പ് ബാർ, ടൈപ്പ് സെഗ്മെന്റ് പോലെയുള്ള ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി, പൊടിയൊക്കെ തട്ടിക്കളയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ലോങ് ഹാൻഡിൽഡ് ബ്രഷ്. ഓക്കെ, ഔട്ടർ പാർട്സിനകത്തുള്ള എക്സ്റ്റേണൽ പാർട്സിനകത്തുള്ള ഡസ്റ്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ലോങ് ഹാൻഡിൽഡ് ബ്രഷ്. ഫോർ എക്സാമ്പിൾ 3-4 പാർട്ട് ഓർത്തിരിക്കുക: കാരേജ്, ടൈപ്പ് സെഗ്മെന്റ്, ടൈപ്പ് ബാർ, അതുപോലെയുള്ള കുറച്ച് പേരുകൾ ഓർത്തിരിക്കുക. ദെൻ അടുത്തത് എന്തായിരുന്നു? ടൈപ്പ് ക്ലീനിങ് ബ്രഷ്. ഹാർഡ് ബ്രഷ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ടൈപ്പ് ക്ലീനിങ് ബ്രഷ്. ഇവിടെ നിന്നുള്ള ഒരു ചോദ്യമാണ്. വിച്ച് ഇസ് നോൺ ആസ് ഹാർഡ് ബ്രഷ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ടൈപ്പ് ക്ലീനിങ് ബ്രഷ് ഇസ് ഓൾസോ നോൺ ആസ് എന്നുള്ള രീതിയിലും ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ അത് അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് ടൈപ്പ് ക്ലീനിങ് ബ്രഷ് ഇസ് ഓൾസോ നോൺ ആസ് ഹാർഡ് ബ്രഷ്. ഇനി നോക്കാം, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്ലീൻ ടൈപ്പ് ഫേസസ് ബൈ ഡിപ്പിംഗ് വിത്ത് പെട്രോൾ. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി എന്താ ചെയ്യണേ? ഇത് ടൈപ്പ് ഫേസസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഉപയോഗിക്കുന്നതാണ് ടൈപ്പ് ക്ലീനിങ് ബ്രഷ്. അത് എന്തിനകത്താണ് ഡിപ്പ് ചെയ്യുന്നത്? പെട്രോളിനകത്താണ് ഡിപ്പ് ചെയ്യുന്നത് എന്ന് ഓർക്കുക. ആ ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് എന്താണ് എന്നുള്ളതിൽ കൃത്യത വേണം. പെട്രോളിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു ടൈപ്പ് ക്ലീനിങ് ബ്രഷ് ടൈപ്പ് ഫേസസിനെ ക്ലീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് ഓർത്തിരിക്കുക. ഹാർഡ് ബ്രഷ് എന്നറിയപ്പെടുന്നത് ടൈപ്പ് ക്ലീനിങ് ബ്രഷ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്ലീൻ ടൈപ്പ് ഫേസസ് ബൈ ഡിപ്പിംഗ് വിത്ത് പെട്രോൾ. പെട്രോളിൽ ഡിപ്പ് ചെയ്തിട്ടാണ് അത് ക്ലീൻ ചെയ്യാനായിട്ട് എടുക്കണേ. ഓക്കെ, ദെൻ അടുത്തത് വയർ ബ്രഷ്. വയർ ബ്രഷ് ഇന്നർ പാർട്ട്, ഇന്റീരിയർ പോർഷൻസ് ഒക്കെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. കീ ലിവർ പോലെയുള്ള പോർഷൻസ് ഒക്കെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഡസ്റ്റ് അതുപോലെ ക്ലോഗും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വയർ ബ്രഷ് ഉപയോഗിക്കുന്നത്. ലോങ് ഹാൻഡിൽഡ് എന്തായിരുന്നു? ലോങ് ഹാൻഡിൽഡ് ബ്രഷ് എന്തായിരുന്നു? എക്സ്റ്റേണൽ പാർട്ട് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു, അല്ലെ? ഡസ്റ്റ് ഒക്കെ കളയുന്നതിന് വേണ്ടിയിട്ടാണ് ലോങ് ഹാൻഡിൽഡ് ബ്രഷ് ഉണ്ടായിരുന്നത്. ഇന്റീരിയർ പാർട്ട് അല്ലെങ്കിൽ ഇന്റേണൽ പാർട്സ് ഒക്കെ ക്ലിയർ ചെയ്യുന്നതിന്, കീ ലിവർ പോലെയുള്ള ഇന്റേണൽ പാർട്സ് ഒക്കെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏതാണ് ഉപയോഗിക്കുന്നത്? വയർ ബ്രഷ് ആണ്. അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. നെക്സ്റ്റ് വരുന്നത് എന്താണ്? പെട്രോൾ ഓർ സ്പിരിറ്റ്. പെട്രോൾ ഓർ സ്പിരിറ്റ് ഇസ് യൂസ്ഡ് ഫോർ ക്ലീനിങ് ദ റബ്ബർ പാർട്ട്. റബ്ബർ പാർട്ടുകൾ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഏതാണ്? പെട്രോൾ അല്ലെങ്കിൽ സ്പിരിറ്റ്. അപ്പൊ അവിടെയും 2-3 റബ്ബർ പാർട്ടുകൾ ഓർത്തിരിക്കുക. സിലിണ്ടർ എന്തെന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്? പ്ലേറ്റൻ എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. സിലിണ്ടർ, അതുപോലെ ഫീഡ് റോളർ,
അതുപോലെ ടൈപ്പ് ഫേസസ്, ടൈപ്പ് സെഗ്മെന്റ്, ഇതൊക്കെ എന്തുപയോഗിച്ചാണ് ക്ലീൻ ചെയ്യുന്നത്? പെട്രോൾ ഓർ സ്പിരിറ്റ്. അപ്പൊ ഇതിനകത്ത് എണ്ണ കൊടുക്കാൻ പാടില്ലാത്തത് എന്നുള്ള രീതിയിലൊക്കെ ചോദ്യം വന്നു കഴിഞ്ഞാൽ അവിടെ സിലിണ്ടർ ഉണ്ടോ നോക്കണം, ടൈപ്പ് ഫേസസ് ഉണ്ടോ നോക്കണം, സെഗ്മെന്റ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എടുക്കാനായിട്ട്. അപ്പോ റബ്ബർ പാർട്ടുകള്, ഒരു ടൈപ്പ് റൈറ്ററിനകത്തെ റബ്ബർ പാർട്ടുകള് ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഏത് ലിക്വിഡ് ആണ് അല്ലെങ്കിൽ ഏത് ഫ്ലൂയിഡ് ആണ്? ഒന്നുകിൽ പെട്രോൾ ആവാം, അല്ലാന്നുണ്ടെങ്കിൽ സ്പിരിറ്റ് ആവാം. സോ ഐദർ പെട്രോൾ ഓർ സ്പിരിറ്റ് ഈസ് യൂസ്ഡ് ഫോർ ക്ലീനിങ് ദ റബ്ബർ പാർട്സ് ഓഫ് എ ടൈപ്പ് റൈറ്റർ. ഒരു ടൈപ്പ് റൈറ്ററിന്റെ റബ്ബർ പാർട്സ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പെട്രോൾ അല്ലെങ്കിൽ സ്പിരിറ്റ് ആണ് ഉപയോഗിക്കുക. ഇനി ആ ഒരു റബ്ബർ പാർട്ടുകൾ 2-3 ഓർത്തിരിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിലിണ്ടർ, ടൈപ്പ് ഫേസ്, അതുപോലെ സെഗ്മെന്റ്. ടൈപ്പ് ഫേസിന്റെ കാര്യം ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ. ഹാറ്റ് പിൻ ഓർ എ ഷാർപ്പ് പിൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്ലീൻ ദ ഡേർട്ട് ആൻഡ് ഡസ്റ്റ് വിച്ച് ഇസ് ഫിൽഡ് ഇൻ ദി സ്ലോട്ട്. ഓക്കെ, അപ്പോ കുറച്ച് ലെറ്റേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകത എന്താ? ആ ലെറ്റേഴ്സിന് ഇടയിലൊക്കെ ഡസ്റ്റ് കയറി കൂടാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ? ഇപ്പൊ എ എന്ന് എഴുതുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തും അതുപോലെ ഈ ഒരു ഭാഗത്തൊക്കെ അഴുക്കടിഞ്ഞുകൂടാം അല്ലെങ്കിൽ പൊടി അടിഞ്ഞുകൂടാം. ഈ എഴുതിയിരിക്കുന്ന ലെറ്റേഴ്സിനകത്തൊക്കെ ഒരു മോഡൽ കാണിച്ചതാണ് കേട്ടോ. അപ്പൊ അത്തരത്തില് ലെറ്റേഴ്സിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന ഡേർട്ടിനെയും ഡസ്റ്റിനെയൊക്കെ ക്ലിയർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നതാണ് ഹാറ്റ് പിൻ അല്ലെങ്കിൽ ഷാർപ്പ് പിൻ. ഇവിടെ നോക്കിയേ, ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്ലീൻ ദ ഡേർട്ട് ആൻഡ് ഡസ്റ്റ് വിച്ച് ഇസ് ഫിൽഡ് ഇൻ ദി സ്ലോട്ട്. അക്ഷരങ്ങൾക്കിടയിലെ ലെറ്റേഴ്സിന് ഇടയിലുള്ള സ്ലോട്ടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ഡേർട്ടിനെയും ഡസ്റ്റിനെയും ഒക്കെ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഹാറ്റ് പിൻ അല്ലെങ്കിൽ ഷാർപ്പ് പിൻ. ക്ലിയർ? അടുത്തത് ഡസ്റ്റർ ക്ലോത്ത്. ഡസ്റ്റർ ക്ലോത്ത് is used for cleaning the baseboard, metal cover and for wiping out the excess oil in the carriageway road. എന്താണ്? ബേസ് അതുപോലെ മെറ്റൽ കവറൊക്കെ തുടയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഡസ്റ്റർ ക്ലോത്ത്. അതുപോലെ റോഡിനകത്തുള്ള കാരേജ് വേ റോഡിനകത്തെ എക്സസ് ഓയിൽ റിമൂവ് ചെയ്യുന്നതിന് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഡസ്റ്റർ ക്ലോത്ത് ഉപയോഗിക്കാം. ഓക്കെ, കാരേജ് വേ റോഡിനകത്തെ എക്സസ് ഓയിൽ റിമൂവ് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്? ബേസ് ബോർഡ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ മെറ്റൽ കവർ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഡസ്റ്റർ ക്ലോത്ത് ഉപയോഗിക്കാം. ഇനി അടുത്തത് നോക്കിയേ, ചമോയ്സ് ലെതർ ഓർ പോളിഷിംഗ് ക്ലോത്ത്. നിക്കൽ പാർട്ടുകൾ, ടൈപ്പ് റൈറ്ററിനകത്തെ നിക്കൽ പാർട്ടുകൾ ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ചമോയ്സ് ലെതർ അല്ലെങ്കിൽ പോളിഷിംഗ് ക്ലോത്ത് ഉപയോഗിക്കുന്നത്. റബ്ബർ പാർട്സിന് വേണ്ടിയിട്ട് ഏതായിരുന്നു? പെട്രോൾ ഓർ സ്പിരിറ്റ് ആയിരുന്നു. ഓക്കെ, ഇനി അടുത്തതാണ് ഓയിലിംഗ് എന്ന് പറയുന്ന ഭാഗം. ഇപ്പൊ നമ്മൾ ക്ലീനിങ്ങിന് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ഓയിലിംഗ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരുവാണ്. ഓക്കെ, രണ്ടാമത്തെ ഭാഗമാണ്. ഓയിൽ ക്യാൻ ആണ് ആദ്യത്തേത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം. ഓക്കെ, ഓയിൽ ക്യാൻ ഇസ് യൂസ്ഡ് ഫോർ ഓയിലിംഗ് ദ ഔട്ടർ പാർട്ട്. ഔട്ടർ പാർട്സ് ഒക്കെ ഓയിൽ ചെയ്യുക, ലൂബ്രിക്കേഷൻ ആണ് അല്ലെ? ഘർഷണം ഒഴിവാക്കി കൊടുക്കേണ്ട പോർഷൻസിനകത്തൊക്കെയാണ് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നത്, ലൂബ്രിക്കന്റ് ആയിട്ടല്ലേ. അപ്പോ ഓയിൽ ക്യാൻ എന്തിനാണ്? ഔട്ടർ പാർട്സിനകത്ത് ഓയിൽ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഓയിൽ ക്യാൻ ഉപയോഗിക്കുന്നത്. ടൈപ്പ് റൈറ്റർ ഓയിലോ അല്ലെങ്കിൽ 3-in-1 ഓയിലോ മാത്രമാണ് എന്തുപയോഗിക്കുന്നത്? ഇങ്ങനെ ലൂബ്രിക്കന്റ് ആയിട്ട് ടൈപ്പ് റൈറ്ററിനകത്ത് ഉപയോഗിക്കുന്നത്. ടൈപ്പ് റൈറ്റർ ഓയിൽ എന്ന് പറയുന്ന ഓയിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ 3-in-1 ഓയിൽ എന്ന് പറയുന്ന ഓയിലാണ് ടൈപ്പ് റൈറ്റർ ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ആ പേര് ഓർത്തിരിക്കുക, ടൈപ്പ് റൈറ്റർ ഓയിൽ അല്ലെങ്കിൽ 3-in-1 ഓയിൽ. ഇനി ഈ 3-in-1 ഓയിൽ എന്ന് പറയുന്നതിനകത്ത് വൈറ്റ് ലിഥിയം ഗ്രീസ്, സിലിക്കൺ സ്പ്രേ, അതുപോലെ ഓയിൽ വിത്ത് ആഡഡ് PTFE. PT എന്ന് വെക്കുന്നത് പോളി ടെട്രാ ഫ്ലൂറോ എത്തിലീൻ എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം കേട്ടോ. പോളി ടെട്രാ ഫ്ലൂറോ എത്തിലീൻ. ഓക്കെ, അപ്പോ ലിഥിയം ഗ്രീസ്, സിലിക്കൺ സ്പ്രേ ആൻഡ് ഓയിൽ വിത്ത് ആഡഡ് PTFE. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു 3-in-1 ഓയിൽ എന്നുള്ളതിനകത്തുള്ളത്. ഇനി ഈ 3-in-1 ഓയിൽ എന്ന് പറയാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പർപ്പസ് ഈ ഒരൊറ്റ ഓയിൽ കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ആ 3 പർപ്പസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്: ക്ലീൻ, ലൂബ്രിക്കേറ്റ്, അതുപോലെ പ്രൊട്ടക്ട്. സോ ഈ 3 കാര്യങ്ങളും ഒരൊറ്റ ഓയിൽ ഉപയോഗിച്ച് സാധിക്കുന്നത് കൊണ്ടാണ് അതിനെ 3-in-1 ഓയിൽ എന്ന് പറയുന്നത്. അതിനകത്തെ കമ്പോണൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു. ഓക്കെ, അപ്പൊ ഓയിൽ ക്യാൻ എന്താണ്, എന്തിനാണ് നമ്മൾ ഓയിൽ കൊടുക്കുന്നത്? അവിടെയുള്ള ആ ഒരു ഘർഷണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ? പാർട്സ്, മെറ്റൽ പാർട്സ് തമ്മിലുള്ള ഒരു ഘർഷണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിലും കൊടുക്കുന്നത്, ലൂബ്രിക്കന്റുകൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 3-in-1 ഓയിലോ അല്ലെങ്കിൽ ടൈപ്പ് റൈറ്റർ ഓയിലോ ആണ് ഇത്തരത്തിൽ നമ്മൾ ലൂബ്രിക്കന്റ് ആയിട്ട്
കൊടുക്കുന്നത്. പിന്നെ അതിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ടച്ച് ഓയിലർ. അപ്പൊ ഔട്ടർ പാർട്സിലാണ് നമ്മൾ ഓയിൽ ക്യാൻ ഉപയോഗിച്ചിട്ട് ലൂബ്രിക്കന്റുകൾ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ഇനി ടൈപ്പ് റൈറ്ററിനകത്ത് ഇന്റേണൽ മെറ്റൽ പാർട്സിനകത്ത് എണ്ണ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടച്ച് ഓയിലർ ആണ് ഉപയോഗിക്കുന്നത്. ലൂസ് ഡോഗ്, റിജിഡ് ഡോഗ്, പൈനിയൻ വീൽ, അതായത് റോക്കർ മെക്കാനിസത്തിനകത്തെ ഭാഗങ്ങൾക്കൊക്കെ നമുക്ക് എണ്ണ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഒന്ന് ലൂബ്രിക്കന്റ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടച്ച് ഓയിലർ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ? ദെൻ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുള്ളൂ, ക്ലീനിങ് ആൻഡ് ഓയിലിംഗ് ഓഫ് എ ടൈപ്പ് റൈറ്റർ. അപ്പോൾ ടൈപ്പ് റൈറ്ററിന്റെ അടുത്ത ഇതുപോലെയുള്ള പ്രീമിയറിംഗ് ക്ലാസ്സിനകത്ത് നമ്മൾ നോക്കുന്നത് ഒരു ടൈപ്പ് റൈറ്ററിനെ എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം തൊട്ട് കാണുന്ന പുതിയ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിനെ നമുക്ക് എളുപ്പം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒരു ക്ലാസ് സംഘടിപ്പിക്കണം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ഇങ്ങനെ ക്ലാസ് എടുത്തേക്കണേ. നിങ്ങൾക്ക് ഇത് ഉപകരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഇമോഷൻസ് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഫൈൻ, താങ്ക് യു. അപ്പോൾ നെക്സ്റ്റ് ടൈപ്പ് റൈറ്ററിന്റെ ക്ലാസ്സിൽ നമ്മളൊരു ടൈപ്പ് റൈറ്ററിനെ എങ്ങനെയൊക്കെ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒരു കുഞ്ഞു വീഡിയോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫൈൻ, താങ്ക് യു.